ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ സ്മെല്ല് എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കര സ്മെല്ലില്ലേ. ജംഗ്ഷനിലാണ് നിൽക്കണ കുട്ടിക്കോളി. ഇതിനെ പോയാലും ഫ്രൂട്ട്സ് നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു 10-1 മാത്രമാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മളപ്പോൾ ഇപ്പോൾ വന്നതേ ബൈക്കിൻ്റെ ഒരു പുളിയിലേക്കാണ്, സ്ക്രാപ്പ് ഏരിയയിലേക്കാണ്. ഹായ് ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ചെന്നൈയിലെ ഉറക്കുറങ്ങി എണീറ്റേക്കുമാണ്. ഇതാണ് ഇവിടുത്തെ നമ്മളുടെ വീട് കേട്ടോ. നമ്മൾ ഇന്ന് ബൈക്കിന് ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം. ഞാൻ ഇന്നലെ വണ്ടിയിലൊന്നല്ല കിടന്നത്, നമ്മൾ വീടിനകത്താണ് കിടന്നത് പറഞ്ഞില്ല. അപ്പോൾ ഞാനിതൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി ഇട്ടാറും. അതായത് കുറച്ച് ബാഡ് സ്മെല്ലൊക്കെ വണ്ടിയിൽ വന്ന് തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മളുടെ അലക്കാനുള്ള സാധനങ്ങളും അതൊക്കെ സംഭവങ്ങളൊക്കെ അതിനകത്ത് തന്നെ കിടക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ടാവാം. എന്തായാലും ഇതാണ് നമ്മുടെ വീട്. ഇതിനകത്ത് നമ്മുടെ റൂമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടി നഗർ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് പർച്ചേസിങ് ഏരിയ ആണ്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ആ ഒരു പർച്ചേസിങ് ഏരിയയിലുള്ള കാഴ്ചകളും കൂടി കണ്ട് ഞാനിന്ന് ഇവിടുന്ന് തിരിക്കണം എന്ന് കരുതുന്നുണ്ട്. ഇനി ഇവിടെ തന്നെ സ്റ്റക്കായി പോകേണ്ടതെന്ന് കരുതിയിട്ട് ഇന്ന് തിരിക്കണം എന്ന് കരുതുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമായിട്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:20 സമയമായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ. ഞാനും ബാബുവേട്ടനും ഉണ്ട്. ബാബുവേട്ടൻ വരണം. ബാബുവേട്ടൻ ഉണ്ടായാലും നമുക്ക് നടക്കുള്ളൂ. അതൊക്കെ വരട്ടെ എന്തായാലും. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണ് ഇന്നത്തെ യാത്ര. കൊള്ളാമാ ഞങ്ങൾ കയറിയുണ്ട്. ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. കാറ്റെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺ വോയിസ് ആവില്ല, റെക്കോർഡിങ് ചെയ്യേണ്ടി വരും. ഇവിടെ ഈ നിർത്തിയിട്ടുള്ളതൊക്കെ CNGക്ക് വേണ്ടിയിട്ട് കേട്ടോ. കാറുകളൊക്കെ CNG ആണ് കംപ്ലീറ്റ് വണ്ടി. ഞങ്ങൾ കുറച്ച് എണ്ണ അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കോയമ്പേട് മാർക്കറ്റിലേക്കാണ്. ഇത് കോയമ്പേട് മെട്രോ സ്റ്റേഷൻ്റെ ഏരിയ ഉണ്ട്. അതൊക്കെ അതിൻ്റെ കൂടെ പോകുന്നത് മെട്രോ ആണ്. കോയമ്പേട് മാർക്കറ്റ് എത്തിയോ? മാർക്കറ്റ് ഏരിയയിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അകത്തേക്കായിട്ട് വേറെ ഗ്യാപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഏരിയ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും. ഇത് പച്ചക്കറി, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അധികമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിനകത്ത് വണ്ടി കയറ്റണമെങ്കിൽ ഒരു 10 രൂപ പാർക്കിംഗ് ഫീസ് എന്നുള്ള രീതിയിൽ ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പൂ മാർക്കറ്റാണല്ലേ? മെട്രോ, ചെന്നൈ മെട്രോ ആണോ പോകുന്നത്? നമ്മൾ ഇന്നലെ കയറിയതാണ് രാത്രിയിൽ മെട്രോ. പിന്നെ അപ്പോൾ ഇവിടെയും തന്നെ ഒരു വലിയൊരു ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, ഇതിൻ്റെ ഇവിടെയൊക്കെ മേലെ വർക്കേഴ്സ് ഉണ്ട്. വലിയ ട്രെയിന് കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അതെന്താണെന്നുള്ള മെട്രോ തന്നെയാണെന്ന് പറഞ്ഞത്. കയറി നോക്കാം. കൈ പിടിക്കണം. കൈ പിടിക്കാം. തുടക്കം തന്നെ പറയാം, നമ്മളൊരു സാധനങ്ങൾക്കും റേറ്റ് ഇവിടെ ചോദിക്കുന്നതല്ല. പൂവിൻ്റെ ഒരു മാർക്കറ്റ് ഏരിയയിലേക്കാണ്. അല്ല, മല്ലികപ്പൂ, വെറ്റില കണ്ടോ, അതൊക്കെ പൂവുകളാണ്. കംപ്ലീറ്റ് പൂവാണ്. കൊള്ളാമല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ലാണല്ലോ. തൂക്കി കൊടുക്കുകയാണല്ലേ. ഇത് കംപ്ലീറ്റ് പൂവാ. എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ സ്മെല്ല് എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കര സ്മെല്ലില്ലേ. ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതാണ്. മുല്ലയൊക്കെ ഉണ്ടോ, റോസ്. മോനെ, പൂവിൻ്റെ എത്ര വലിയ മാർക്കറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് വമ്പൻ മാർക്കറ്റാണ്. പൂവിൻ്റെ എത്ര വലിയ മാർക്കറ്റ് ഞാൻ കണ്ടില്ലേ. നമ്മളിതിൻ്റെ മുമ്പ് ഒരു മാർക്കറ്റ് ഞാൻ പോയിരുന്നത് അത് തമിഴ്നാട് തന്നെയാണ്. അത് കറക്റ്റ് എവിടേക്ക് ഓർമ്മയില്ല. ധർമ്മപുരിയിലാണ് തോന്നുന്നത്. ശരി, അവിടെ ആണെങ്കിൽ ഇത്ര വലിയ മാർക്കറ്റ് അല്ല. ഇത് വമ്പൻ മാർക്കറ്റായി പോയി. മാലയൊക്കെ കണ്ട. ഇവിടെ പിന്നെ മാല ഇട്ട് കൊടുക്കൽ വലിയൊരു സംഭവമാണല്ലേ. മാലയാണല്ലോ, അത് ഫുള്ള് മാലയാണല്ലേ. ഈ മാലക്കൊക്കെ നല്ല റേറ്റും അല്ലേ.
നല്ല വില ഉണ്ടോ? 10,000, 3,000, 15,000 ഒക്കെ വിലയുള്ള സാധനങ്ങളുണ്ട്. മാല. ആ, അതായത് കല്യാണ മാല, പൂജയ്ക്കുള്ള മാല, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും അല്ലേ? അതൊക്കെ കല്യാണ മാലകളാണ്. ഇതിനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾക്ക് ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ ചെറിയ ഏരിയയിൽ പോവാണ്. ഇതിൻ്റെ സ്മെല്ലും പാടെ കൂടിയിട്ടേ ആകെപ്പാടൊരു കുത്തലാണ് അല്ലേ? ആ, ഇതൊരു 1.5 ഏരിയ. അതിന് മാത്രം പൂവ് എന്തിനാടേ ഇവിടെ? ഇതിന് മാത്രം പൂവിൻ്റെ ആവശ്യം എന്താ പോ അല്ലേ? കിലോ 40 രൂപ. കിലോ 40 റുപ്യ വേണം പോലെ. ഇതൊക്കെ പൂവ് തന്നെയാണ്. ഭഗവാന് നല്ലൊരു ഏരിയ. ഇത് പൂവ് തന്നെയാണ് കേട്ടോ. എത്രങ്ങാനും ഏരിയ ഇതുള്ളത് കിട്ടും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇടയിൽ കുറച്ച് 1-2 ഷോട്ടുകൾ കട്ട് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു മാർക്കറ്റിൽ ഫുള്ളായിട്ട് കയറാൻ വന്നാൽ മാർക്കറ്റ് എങ്ങന്മാരെ. ഇത് കോയമ്പേട് മാർക്കറ്റിൽ ഫ്ലവർ മാർക്കറ്റ് കയറണം വരുന്നവർ, ചെന്നൈ വരുന്നവർ ഇതൊന്ന് വന്ന് കണ്ടു പോകണം കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങളെ കണ്ടവരും നിങ്ങളുടെ അഭിപ്രായം പറയും, കാണാത്തവർ വന്ന് കാണി. ഇത് വാഴേൻ്റെ ഇതല്ലേ? വാഴേൻ്റെ തൊലിയല്ലേ? ആ, ഇത് പൂ കെട്ടാൻ വേണ്ടിയിട്ടല്ലേ? പൂ കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇതുണ്ടാക്കി ഇത് സെയിൽ ചെയ്യുന്ന ഒരാളുണ്ടാവും അല്ലേ? ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഇത് കഴിഞ്ഞിട്ടില്ല, നമ്മൾ മൊത്തം കറങ്ങിയിട്ടില്ല. നമ്മളൊരു ഏരിയ കൂടെ കറങ്ങി. അതുപോലെ തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള വേസ്റ്റ് തന്നെയാണ്. ഇവിടുത്തെ വേസ്റ്റ് ഓർക്കി വിറ്റാൽ മതി. എങ്ങനെ ഇവിടുത്തെ വേസ്റ്റ് ഓർക്കി വിറ്റാൽ മതി. എന്നാലും നമ്മൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാം. ഇത്ര കണ്ട് കച്ചവടം മോനെ. ഈ പൂവൊക്കെ പിടിച്ചുള്ളതാ. ഇത് ഇവിടെ ചെന്നൈയിൽ മാത്രം ഉപയോഗിക്കുന്ന പൂവല്ല, ചെന്നൈയിൽ നിന്ന് പുറത്തോട്ടൊക്കെ കയറി പോകുന്ന സാധനമാണ്. അതായത് ചെന്നൈ, തമിഴ്നാടിൻ്റെ പുറത്തേക്കൊക്കെ കയറി പോകുന്ന സാധനമാണ്. അത് കണ്ടെങ്കിൽ അതൊന്നും പ്ലാസ്റ്റിക് അല്ല. പുല്ലല്ലേ? തുളസിയുണ്ട്. തുളസി, ഇതൊക്കെ തുളസിയാണ്. ഓ, ആ, അതൊക്കെയാണ് അധികം പൂജാവസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇത് മാർക്കറ്റ് പൂവ് തന്നെയാണല്ലോ. ആ, പൂജാവസ്തുക്കളുള്ളൊരു ഏരിയ ആണല്ലേ? ചന്ദനം, കളഭം, കർപ്പൂരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലവറും ഉണ്ട്. ചന്ദനത്തിരി. അതിന്റെ നടുക്കൊക്കെ കറങ്ങാതൊക്കെ അല്ലേ? ഈ ബൊക്കട്ട് അങ്ങനത്തെ സാധനങ്ങൾ ബൊക്കെ കൊടുക്കണം. ആ, ഇതൊക്കെ നമ്മൾ മറ്റേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവറുകളാണ് അല്ലേ? ഇത് കംപ്ലീറ്റ് ആണ്. അതായത് ഇവിടെ നിന്നൊക്കെ ഹോൾസെയിലായിട്ട് പോകുന്ന കല്യാണത്തിനൊക്കെ ഹോൾസെയിലൊക്കെ ആയിട്ട് പോകുന്ന. ഇത് മിൽക്ക് വൈറ്റിൻ്റെ ഒരു വേറെ ടൈപ്പ് അല്ലേ? അത് ജമന്തി അല്ലേ? ഇത് എന്നാ പൂവ്? നിശാന്തം. തമിഴിൽ അങ്ങനെയാണ്. മലയാളത്തിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ ഇതിനെ ഞങ്ങൾ മഞ്ഞുതുള്ളി എന്നാണ് പറയാറ്. ഇതിനിപ്പോൾ എന്താണോ ശരിക്കുള്ള പേര് അറിയില്ല. പിന്നെ ഇതൊക്കെ മിൽക്ക് വൈറ്റിൻ്റെ ടൈപ്പ് സാധനം. ഇതാണ് മിൽക്ക് വൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കളർ ചേഞ്ചാണ് ഇതൊക്കെ. പിന്നെ അവിടെ ജറവറയുണ്ട്. ജറവറയിൽ തന്നെ കളർ ചേഞ്ച് ഒരുപാടുണ്ട്. ഓറഞ്ച് ഉണ്ട്, മഞ്ഞുണ്ട്, വെള്ളമുണ്ട്, ചുവപ്പുണ്ട്. അങ്ങനെ ഇതിൽ തന്നെ ക്വാളിറ്റിയിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ സാധനം. ഇതാണ് ജറവറ എന്ന് പറയുന്നത്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. ഇതൊക്കെ റോസാണ്. ഇതൊക്കെ നല്ല വില ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മളവിടെ നമ്മുടെ നാട്ടിലേക്കൊക്കെ നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം വരുന്നത് ഓർഡർ ചെയ്യുമ്പോൾ. മനസ്സിലായോ? ഇതിനകത്തേക്കൊക്കെ തന്നെ അല്ലേ? പിന്നെയും ഇത് നമ്മൾ വന്ന വഴിയാണോ? ആണോ? പക്ഷെ ഒക്കെ ഒരേപോലെ തന്നെ അല്ലേ? രണ്ട് സൈഡും കാണുന്നതൊക്കെ പൂക്കളാട്ടോ. ഇപ്പോൾ പ്രത്യേകം പറഞ്ഞുള്ള റോസ്, അതുപോലെ തന്നെ ജമന്തി ഉണ്ട്,
മല്ലികയുണ്ട്. റോസിൽ തന്നെ പല ഐറ്റം കളറുകളുണ്ട്. ഇത് മിൽക്ക് വൈറ്റിൻ്റെ പല ഐറ്റം മഞ്ഞയുണ്ട്, വെള്ളയുണ്ട് അല്ലേ, ജമന്തിയുടെ. അതുപോലെ തന്നെ മുല്ല, മല്ലിപ്പൂ അല്ലേ. നമ്മളിപ്പോൾ ഈ ഫ്ലവറിൻ്റെ അകത്തേക്ക് കയറിയ ഇതാണ്. ഇതിനകത്ത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ 1000 സംതിങ് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. അതിലേറെ ഉണ്ടാവും. ഹോൾസെയിലിൻ്റെ ഷോപ്പാണിത്, ഹോൾസെയിലാണ്. അവിടെ നിന്ന് നമ്മൾക്ക് ഹോൾസെയിലായിട്ട് സാധനം എടുത്ത് റീറ്റെയിലായിട്ട് വിൽക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലാണ് അവിടെ കച്ചവടം. അതായത് ചില്ലറ കച്ചവടങ്ങളില്ല. അതായത് ബൾക്കായിട്ടാണ് ആളുകൾ എടുക്കുന്നത്, 20-30 കിലോനൊക്കെ. അത് നമുക്കറിയാമല്ലോ, നമ്മൾ പുറത്ത് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ പോവാം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത്ര കണ്ട് എന്താ പറയുക കച്ചവടക്കാരുള്ളത്. ഒരുപാട് ഏരിയകളിലേക്ക് പോകണ്ടേ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ പൂവിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടത്. ഇവിടുന്ന് ലോഡിങ്ങിൻ്റെ ഏരിയ ഉണ്ടല്ലേ. ലോഡിങ്ങിൻ്റെ ഇനി അതിൽ പോകണം നമ്മൾ. ഇതിലെ പോകാം അല്ലേ. പിന്നെ നമ്മൾ പോകുന്നത് വെജിറ്റബിളിൻ്റെ ഏരിയക്കാണ്. ഇവിടെ ഫ്രൂട്ട്സൊക്കെ കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് ആണെന്ന് കരുതി വലിയ റേറ്റ് മാറ്റമൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ചെടുക്കുമ്പോഴേക്ക് ഒക്കെ കണക്കന്നെ. ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിൽ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് പേരയ്ക്കാണ് ഈ പോകുന്നത് കേട്ടോ. അല്ലേ, പേരല്ലേ? അല്ലല്ലേ, ഓറഞ്ചാല്ലേ? ഓറഞ്ചാണോ വന്നിട്ടുള്ളത് ഒരു ലോഡ്. ഇവിടെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ഹോൾസെയിൽ ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് അതെ, ഫുൾ ലോഡ് ഇങ്ങോട്ട് വന്നിട്ട്. ഇതൊക്കെ ആന്ധ്ര വണ്ടികളാണ് അധികം കാണുന്നത്. ആന്ധ്രയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് വീണ്ടും ആന്ധ്രയിലേക്ക് പോകുന്നൊരു കാഴ്ചയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് മാർക്കറ്റിനകത്തുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ നടത്തിക്ക് പോയാലോ. വെജിറ്റബിൾ കൂടി കണ്ടിട്ട് ഇറങ്ങാം. ഫ്രൂട്ട്സ് ഒന്നും കണ്ടില്ല. ഫ്രൂട്ട്സിന് അതിനകത്തേക്ക് കയറാണ്ടാവൂലേ. അപ്പോൾ ആപ്പിളാണ് ഇവിടെ. അതായത് ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാക്കണം തുടങ്ങി. അവിടെ തൊട്ട് ഇത് നമ്മൾ തുടക്കം കാണുന്ന ഒരു ഏരിയയാണ്. അവിടെ വരെ ഓക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. ഇതൊക്കെ വലിയ വലിയ ടീമിൻ്റെ കച്ചവടമാണ് കേട്ടോ. ഇതൊക്കെ നിസ്സാരക്കാരെ കച്ചവടമല്ല, വലിയ വലിയ ആളുകളുടെ കച്ചവടങ്ങളാണ്. പഴമാണല്ലേ അത് ഫുള്ളായിട്ട്. ഒരാൾ പഴം തന്നെ ചെയ്യണം, ഫുള്ളായിട്ട് പഴം, പല ഐറ്റംസ്. പൈനാപ്പിൾ, റൂത്ത, പപ്പായ, നാളികേരൊക്കെ ഇത് ശ്രീലങ്കനാ. ഡ്രൈ ഫ്രൂട്ട്സില്ലേ, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അല്ലേ. ഗിഫ്റ്റാണ്. പക്ഷെ ഇവിടെ വല്ലാതെ പുകയില കാണാനല്ലോ. വെറ്റില പറയുന്നുണ്ട്, പുകയില വല്ലാതെ ഒന്നും കാണില്ല. പക്ഷെ ഈ നാളികേരത്തിന് കുറച്ച് വലുപ്പം കൂടുതലുണ്ടല്ലോ. കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതുക. നാരികളൊക്കെ ആപ്പിളൊക്കെ ഉണ്ടോ? 1 കിലോ 100 രൂപ. 1 കിലോ 100 രൂപ. 1 കിലോ 120, 100 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. മുന്തിരി ഇത് നമ്മൾ കരുതുന്ന പോലെ അല്ല. അപ്പോൾ നമ്മളൊരു 4 കൂടി ജംഗ്ഷനിലാണ് നിൽക്കുന്ന കുട്ടിക്കോളി. ഇതിലെ പോയാലും ഫ്രൂട്ട്സ്, ആ കാണുന്ന തലവരെ ഫ്രൂട്ട്സ്, മാങ്ങയാണ് ഈ കിടക്കുന്നതൊക്കെ. പിന്നെ ഇതിലിങ്ങോട്ടേക്ക് പോയാലും ഇതും ഫ്രൂട്ട്സ്. എന്താ, നേരെ പോയാൽ നേരെയും ഫ്രൂട്ട്സ്, വന്ന വഴിയോ അതും ഫ്രൂട്ട്സ്. ഒരു ഏക്കറ കണക്കിന് ഏരിയ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ ഒരു ലോകമാണ്. നമ്മുടെ നാട്ടിലെ പോലെ നമ്മളിതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതമാണ്. എത്ര ഇങ്ങനെ ഏരിയ. ഇപ്പോൾ നെക്സ്റ്റ് ഏരിയ പൂവ്. അതായത് ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഫ്രൂട്ട്സ് ആയാലും പൂവായാലും ഒക്കെ നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു 10-1 മാത്രമാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. കാണിച്ചു തന്നത് കാരണം 10-1 ഒന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. കാരണം ഞാൻ കണ്ടു, നിങ്ങളെന്തായാലും മുഴുവനായിട്ട് കാണിച്ചത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോട്ടുകളല്ലേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ അത്രയും വലിയ വമ്പ മാർക്കറ്റാണ് കോയമ്പേട് മാർക്കറ്റ് അല്ലേ? കോയമ്പേടല്ലേ? കോയമ്പേട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ മാർക്കറ്റ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വെജിറ്റബിൾ ഏരിയയിലേക്കാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പല മാർക്കറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര കണ്ട് വലിയ മാർക്കറ്റ് കണ്ടില്ല. കപ്പ അതാ അവിടെ. കപ്പ പോകുമ്പോൾ നമുക്ക് 2 കഷ്ണം വാങ്ങിക്കാം. അല്ലേ? പോകുമ്പോൾ 2 കഷ്ണം വാങ്ങിക്കാം. കപ്പയല്ലേ? കപ്പ അവിടെ കിടക്കും, ഉണ്ടാക്കാം. അല്ലാതെ പെട്ടെന്ന് കേട് വന്നു പോകുക. അതാണ് വെജിറ്റബിളിൻ്റെ ഏരിയക്ക് കയറാൻ വേണ്ടി പോവാണ്.
വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഞങ്ങളെ സ്വാഗതം ചെയ്തു. നല്ല കൊള്ളാം. ഓ, നാളികേരത്തിൻ്റെ കൂടാണ്. ചെറിയ ഉള്ളി, വലിയ ഉള്ളി, വാഴയില, കായ, വാഴയില, ഇഞ്ചി, കറിവേപ്പിലയാണ് കൂട്ടിയിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കവറില്ലാന്ന് കേൾക്കണ്ട, സഞ്ചി. ഇതിനകത്ത് കയറുക, എന്താ വേണ്ട ചെയ്യാടെ മോനെ. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്മെല്ല് തന്നെ എന്താ, ഭയങ്കര സ്മെല്ലാണ് സാധനത്തിന്. അതേപോലെ തന്നെ ചപ്പ് സംഭവങ്ങൾ അങ്ങനെ കണ്ടിട്ട് ഒരു ലോകത്തേക്കുള്ള വഴിയാണ്, ഒരു പച്ചക്കറി ലോകത്തിലേക്കുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് ഈ വഴിയാണ്. അതിലൂടെ പോയാൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കണ്ട് മടുക്കാം. അതേപോലെ തന്നെ കേട്ടോ എൻ്റെ ബാക്കിൽ ഇങ്ങോട്ടും നമുക്ക് ഇതിലേ പോവാം അല്ലേ. ഇതൊക്കെ ഫ്ലവർ, പച്ചമാങ്ങ, എന്താ അതന്നെ ഭംഗിയല്ലേ കാണാം. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വെജിറ്റബിളിൻ്റെ മാർക്കറ്റിൽ വന്നപ്പോൾ കുറച്ചുകൂടി എനിക്ക് വൃത്തിയുള്ള മാതിരി തോന്നുന്നു. വൃത്തിയുണ്ട്. മഴ പെയ്താൽ വൃത്തിയൊക്കെ മാറും അല്ലേ. റേറ്റ് ഒന്നും ഞാൻ ചോദിക്കില്ല കേട്ടോ, ജസ്റ്റ് മാർക്കറ്റ് കൂടെ അങ്ങനെ പാസ്സായി പോവാം. റേറ്റൊക്കെ നമുക്ക് ഇവിടെ 2 കിലോ 100 രൂപയ്ക്കാണ് ചെറിയ ഉള്ളി ഉള്ളത്. ഇത് 2 കിലോ 1 കിലോ 50, 2 കിലോ 100. പക്ഷേങ്കിൽ ഉള്ളികൾ മാറ്റമുണ്ട്. ഇത് വലുതാണ്. ചെറുള്ളി പറഞ്ഞിട്ട് നമ്മുടെ സാധാ ചെറുള്ളിയല്ല, ഉള്ളിയിൽ മാറ്റമുണ്ട്. ഇടിച്ചക്ക, കടച്ചക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കണം. വലിയാണ്. 1 കിലോ 20 ക്യാബേജിന്. ഹോൾസെയിൽ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഏത് ഏരിയ അല്ലേ ഇത്? ആകെ ജംഗ്ഷനുകൾ വരികയാണ് ഇതിൽ. നമ്മളൊരു ബൈപ്പാസിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ജംഗ്ഷനുകൾ വരില്ല. അപ്പോൾ പിന്നെ ഇതിൽ പോകണം എന്നുള്ളത് പിന്നെ കൺഫ്യൂഷൻ ആവുകയാണ്. കത്തിയും കൊണ്ട് അടക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. ഇവർക്ക് ചായയൊക്കെ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൊരു ബിൽഡിംഗ് ആട്ടോ. അതിനകത്ത് ലൈറ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കറണ്ടും ഫാന് വെളിച്ചം എല്ലാം ഉള്ള മാർക്കറ്റ് തന്നെയാണ്. പിന്നെ ആളുകൾ ഇതുപോലെ റെസ്റ്റ് എടുക്കുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് കടന്നിറങ്ങുന്നു. ഇത് ഒരു എന്താ പറയുക, സർക്കിൾ പോലത്തെ ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഫ്ലവർ വെട്ടി നടക്കുമ്പോഴേ നമ്മൾ ചവിട്ടി നടക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ വാഴപ്പിണ്ടി എടുത്തിട്ട് അതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇപ്പോഴാണ് ഇതിൻ്റെ വേസ്റ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെടുക്കുന്നത്. ഇനി കാലിൽ മുരിങ്ങക്കായാണ് ഈ ചീഞ്ഞ് അടിഞ്ഞു കിടക്കുന്നത്. ചേടാ മോനെ, പോകുന്നു. ഫ്ലവറാണ് കൊണ്ടുവന്നത്. കാണിക്കാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു 3-4 മണിക്കൂർ വീഡിയോ, ഒരു വീഡിയോ 3-4 മണിക്കൂറുള്ളൊരു വീഡിയോ ആക്കാതെ. പക്ഷേ എനിക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ എപ്പോഴും ഈ പച്ചക്കറി തന്നെയാണല്ലോ വീണ്ടും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ഷോട്ടുകളാക്കിയിട്ടാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഇതൊക്കെ ഇല ചീഞ്ഞിട്ട് പവട്ടനോട് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മളെ കാലൊക്കെ കേട് വരുന്നുണ്ട്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ നനവുണ്ടായിട്ട് സാധനമൊക്കെ ചീഞ്ഞിട്ട് ഒരു തരം ചെറിയ സ്മെല്ലും ഇതുണ്ട് അല്ലേ. ബാബുവേട്ടൻ പറയാ, ഒരു ചെറിയൊരു കവർ എടുത്തിട്ട് ഇതിലെങ്ങനെ പെറുക്കി നടന്നാൽ മതി, നമ്മൾക്ക് ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറി നമുക്ക് കാലിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടും അല്ലേ. അല്ലാതെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ ഒരുപാട് പേര് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, ചില്ലറ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേര് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പച്ചക്കറി ഫ്രൂട്ട്സിലും ചെറിയ കച്ചവടങ്ങളും ഉണ്ട്. അതായത് ഈ ഒരു ബിൽഡിങ്ങിനകത്തുനിന്ന് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത്, അതിനകത്താണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒന്നുകൂടി ഉണ്ട്, സബ് RVR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിനി കയറുന്നില്ല, പച്ചക്കറി തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി ഞങ്ങളുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാമെന്ന് കരുതി വന്നതാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്, ലോറികളെ. അപ്പോൾ അതിൽ ഇങ്ങോട്ടേക്കുള്ളതുകൊണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ. ഞാൻ അതുവരെ കണ്ടില്ല.
റമ്പായി കോയമ്പേട് മാർക്കറ്റിലെ ഈ വണ്ടി റിവേഴ്സ് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ അല്ലേ, അതിലൊക്കെ മാർക്കറ്റ് തന്നെയല്ലേ? ഓ എൻ്റെ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാക്കി ഒരു മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ പഴക്കം ചെന്നതൊന്നും ഇവിടെ സെയിൽ ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പുലർച്ചെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലേക്ക് ലോഡ് വരുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും അടുത്ത വേസ്റ്റ് വരാനായി അല്ലേ? അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് അത് തന്നെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരു പാർട്ടി ചെയ്ത് പോകുമ്പോഴേക്കും അപ്പുറത്ത് അതായിട്ടുണ്ടാവും, വേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഓരോ റൂമിന് ഓരോ നമ്പർ ഉണ്ട്. G110, G114, G116 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ബിൽഡിങ്ങിന് ഓരോ റൂമിന് നമ്പറുകളൊക്കെ ഉണ്ട്. ഇത് STS എന്ന് പറയുന്ന ഒരു ടീം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ വിഭാഗം. അത് ഒരു വിഭാഗം പറഞ്ഞാൽ ഓരോ അസോസിയേഷൻ്റെ കീഴിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആവാം. അങ്ങനെയെങ്കിൽ കോയമ്പേടിൽ നിന്ന് ഞങ്ങൾ യാത്ര പോവുകയാണ്. എൻ്റെ മക്കളെ സീറ്റ് ചൂടായിട്ടേ ആസ്ഥാനത്ത് വരെ. അപ്പോൾ കോയമ്പേട് നമ്മൾ തിരക്കുവാണ്. കോയമ്പേട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കോയമ്പേട് ചെന്നൈ വരുന്നവർ ഒന്ന് വന്നിട്ട് കണ്ടുപോയിക്കോളി. ഒരു മാർക്കറ്റ് അടിപൊളിയാണ്. വിജയകാന്തിൻ്റെ ഫ്ലാഗ് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണോ അല്ലേ? അവിടെ ആ ഭാഗത്താണ് വിജയകാന്തിൻ്റെ മെമ്മോറിയൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. VR മാളാണ്, VR മാള്. വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അകത്തൊന്ന് കയറിയിട്ട് വരാം. പക്ഷെ ഞങ്ങൾ കയറുന്നില്ല. നമുക്ക് പോവാം. കയറണ്ട, വേണ്ട, മാളല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം എന്നാണെങ്കിൽ കയറാം. വെറുതെ അതിനകത്ത് അല്ലെങ്കിൽ പിന്നെ AC ആസ്വദിക്കാം. നമ്മൾ ഇന്നലെ പോയ സ്റ്റേഷൻ ഇത് തിരുമംഗലം മെട്രോ അല്ലേ? അതായത് എങ്ങനെമാരെ അതായത് അവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ മേലെ കൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്പോട്ടിൽ ഫൈനാണ്. അതുപോലെ തന്നെ അവിടെ സ്ക്രീനിൻ്റെ അവിടെ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് നമ്മളെ വണ്ടി നിർത്തിയത്. ചെന്നൈ നഗരം ചെന്നൈമാരെ അവിടെ നിർത്തി പോവാം. എവിടെയെങ്കിലും സൈഡ് നിർത്താം. നമ്മളപ്പോൾ ഇപ്പോൾ വന്നതേ ബൈക്കിൻ്റെ ഒരു പുളിയിലേക്കാണ്, സ്ക്രാപ്പ് ഏരിയയിലേക്കാണ്. പുളിച്ചിട്ട് സാധനം കൊടുക്കുന്ന നമുക്ക് ആവശ്യാനുസരണം വേണ്ടെടുക്കാം. ഇവിടെ വെറും ഈ ഒരു പണിയാണല്ലേ. അതിൻ്റെ ഉള്ളിലുള്ള തിരക്ക് എന്താ അറിയുമോ? എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. നമ്മൾ ഈ ക്യാമറയും കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ടേ. അതാ ബൈക്കിൻ്റെ A to Z സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. A to Z സാധനങ്ങൾ ഇതിനകത്തേക്ക് വേണം. ഇതിനകത്ത് മാത്രമല്ല, ഒരുപാട് ഏരിയകളിലേക്ക് ഇതുണ്ട് എന്നുള്ളതാണ്. ഏത് തരം വണ്ടി, ഇപ്പോൾ എത്ര പഴയ മോഡൽ വണ്ടിയാണെങ്കിലും അതിൻ്റെയും ഇവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതൽ. സാധ്യത അല്ല, ഇവിടെ ഉണ്ടാവും. എനിക്ക് നമ്മളുടെ ഒരു പ്രേക്ഷകൻ നമ്മളോടൊരു സാധനം ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ഇവിടെ കിട്ടുമെന്നുള്ളത് അറിയില്ല. ഇവിടെ പുതിയതൊക്കെ കിട്ടുന്ന മാർക്കറ്റ് ഏതാ? അപ്പുറത്തുണ്ടല്ലോ. നമുക്ക് അവിടെ ഇന്നലെ പറഞ്ഞ സാധനം നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ബൈക്ക് ഫുള്ളായിട്ട് ബൈക്കിൻ്റെ ടാങ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ഫുള്ളുണ്ട്. നമ്മളിതിനെ പോകുമ്പോൾ തന്നെ അത് ചോദിക്കുക എന്താ വേണ്ട. കാരണം നമുക്കൊന്നും വേണ്ട, നമ്മളാണെങ്കിൽ ഇത് കാണാൻ വേണ്ടി വന്നത്. ഇത് കണ്ടാൽ റേറ്റ് ഞാൻ ചോദിക്കുക. റേറ്റ് ചോദിച്ചാൽ നമ്മൾ ലോക്കായി പോകുന്നല്ല, പിന്നെ നമ്മൾ അവരായിട്ട് ചേർത്ത് തർക്കിക്കേണ്ടിയൊക്കെ വരും. അതിന് വേണ്ടി നിൽക്കേണ്ടത്. ഏതൊക്കെ തന്നെ രാത്രി വൈകുന്നേരം വരെ പോകണം. അത് കഴിക്കുക. നമ്മൾ കോയമ്പത്തൂരിലേക്കുള്ള മാർക്കറ്റും ഇതും വെച്ച് നോക്കുവാണെങ്കിൽ കോയമ്പത്തൂരൊക്കെ ഇതിൻ്റെ ശിശു CPN സ്ട്രീറ്റ് പുതുപ്പേട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവിടെ ഇതുപോലെ ഞെട്ടുകെട്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത എടുക്കാം. അടുത്ത നമ്മൾക്ക് റിച്ച് സ്ട്രീറ്റ് റേഡിയോ ഇലക്ട്രോണിക് സാധനങ്ങൾ ആണോ? ഇലക്ട്രോണിക് സാധനങ്ങൾ മൊത്തം ഇലക്ട്രോണിക്സിൻ്റെ ഏരിയക്കാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് പോകുന്നത് ഇലക്ട്രോണിക്സ്. ഇനി നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് കാറിൻ്റെ പൊളി മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇനി കാറിൻ്റെ ആക്സസറീസാണ്. ഈ സൈഡിൽ കൂടെ ഒക്കെ വെച്ചിരിക്കണം. പൈപ്പുകളും കേബിളുകളും സ്റ്റിയറിങ്ങും. കാറ് മാത്രമല്ലേ പൊളിച്ച് വെച്ചേക്കണം. കാറിൻ്റെ
ടയർ തൊട്ട് അങ്ങ് മേലേക്ക് ഡിക്കി വരെയുള്ള സാധനങ്ങൾ അതൊക്കെ പൊളിക്കുകയാണ്. ആ പോണ സ്ക്രാപ്പ് അതിൻ്റെ ഓട്ടയൊക്കെയാണ് ഒരു വീട്ടോട്ടെ ഒക്കെ കത്തിച്ച് മുറിച്ചെടുക്കുകയാണ്. ഉണ്ടാവും ഈ വണ്ടിയൊക്കെ ആയാലും തട്ടി ഇവിടെ എത്രേ ഉള്ളൂ. അത് ഒന്നും നോക്കൊന്നും കൂടിയില്ല. ഒരു റിച്ചാണ് പൊളിക്കാണ്. ഓടിയാണ് അല്ലേ, ഒരു ഓടി കാറൊക്കെ പൊളിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബാക്കിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഓട്ടോറിക്ഷ, അതായത് വണ്ടിൻ്റെ ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിറ്റിങ്സ് കിട്ടുന്ന ഒരു ഏരിയ കൂടെയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ധാരാളം ബോക്സുകളും ലൈറ്റുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഷോപ്പാണ്. അത്തരത്തിലുള്ള ഷോപ്പുകളുള്ള ഒരു ഏരിയക്കാണ് ഞങ്ങളിപ്പോൾ വന്നത്. സ്ഥലത്തിൻ്റെ പേര് ചിന്താതിരിപ്പേട്ട് അല്ലേ. ചിന്താതിരിപ്പേട്ടിൻ്റെ ഇതിൻ്റെ അപ്പുറത്തൊരു നദിയാണ്. ആ നദിയിലേക്കാണ് ഈ വേസ്റ്റ് ഫുള്ള് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു കാഴ്ച അവിടെ കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ വണ്ടീൻ്റെ ബോഡി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് പിന്നെ ഫിറ്റിങ്സ് പരിപാടികളൊക്കെ നടത്തുന്നത്. ഫുള്ള് എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. കണ്ടോ ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് നിറഞ്ഞാണ് അല്ലേ. ആ വുഡിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ തന്നെ ചെയ്യുന്നത്. അതായത് അത് കണ്ടോ പെയിൻ്റ് അടിച്ച് കൊണ്ട് നിർത്തിയ വണ്ടിയാണ്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഓരോന്നോരോന്നൊക്കെ കിട്ടും. ഇത് ബോഡി വർക്ക്ഷോപ്പാണ്. ഇവിടുത്തെ ബോഡി വർക്ക്ഷോപ്പ് ഈ കാണുന്നതൊക്കെ ഉണ്ട്. അവിടെ മെക്കാനിക്കൽ ഉള്ളൊരു ഏരിയ ആണ് ഇവർ വരിക. ഇതൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഇവർ നിന്ന് ഇത് എടുക്കുന്നത്. ആകെ ഒരു മഞ്ഞ കറുപ്പും വണ്ടിയിലെ ഈ വണ്ടി കാണുമ്പോൾ ഇവർക്ക് ഒരു ചൊറുക്കില്ല പോലെ വണ്ടി. നമ്മളെ വണ്ടി നല്ല ചൊറുക്കാണ്. പക്ഷെ ഇവിടുത്തെ ആളുകൾക്ക് ഇതാണ് ഇഷ്ടം. നമ്മളെ വണ്ടി ചൊറുക്കില്ല. ആഹാ, ഇത് ഇവരുടെ ഏരിയ. ഓട്ടോക്കാർക്കും പരിഗണന ഉണ്ടേ ചെന്നൈയിൽ. ഓട്ടോക്കാർക്കും പരിഗണന ഉണ്ട്. ഈ ഏരിയക്ക് നമ്മളെ വണ്ടി കൊണ്ടുവന്നാൽ മതി, ബാക്കി പോലെ നോക്കിക്കോളും അല്ലേ. മൊത്തം ഇവിടെ തട്ടി വണ്ടി നിർത്തുള്ള പരിപാടിയാണ്. ഇവിടെ ആകെ ഒരു ബ്ലോക്ക് പശു. ഇനി ഈ റോട്ടിന് പോയാലും ഓട്ടോറിക്ഷൻ്റെ ഒരു ജില്ല തന്നെയാണ്. ഓട്ടോറിക്ഷൻ്റെ മെക്കാനിക്കൽ ആൻഡ് സ്പെയർ പാർട്സ് വർക്ക് ഒക്കെ നടക്കുന്ന ഏരിയ തന്നെയാണ്. ഇവിടെ താഴെ സ്റ്റെക്ക് കിടക്കാനുള്ള ഇതാണ് ഇലക്ട്രോണിക്സിൻ്റെ മാർക്കറ്റ്. ഇതാണ് ഇവിടെ പറയുമ്പോൾ എല്ലാവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസും കിട്ടും. അതായത് നമ്മുടെ ക്യാമറ ആക്സസറീസ് ആണെങ്കിൽ അത്, ലാപ്ടോപ്പ് ആണെങ്കിൽ അത്, അങ്ങനെയുള്ള എന്ത് സാധനവും നമുക്ക് ഇവിടുന്ന് കിട്ടും. മൊബൈല്, പിന്നെ അതുമല്ല അതിലേക്ക് വേണ്ട ആക്സസറീസ് മാത്രമല്ല നമ്മൾക്ക് CCTV അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതും കിട്ടും. ഇനി ഇതിൻ്റെയൊക്കെ റിപ്പയറിങ്ങും ഇവിടെ ചെയ്യുന്നതാണ്. അത്തരം ഒരു സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മൗണ്ട് റോഡ് കർണാടക. അതായത് മൊബൈല്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെയൊക്കെ ഓഡിയോ സ്പീക്കർ ഇതിൻ്റെയൊക്കെ ബോർഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതടക്കം ഇവിടെ കിട്ടും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഹാൻഡ് സെയിലിംഗ് ഉണ്ടാവും അല്ലേ. സെക്കൻഡ് ഹാൻഡ് മൊബൈലും അതൊക്കെ സെക്കൻഡ് ഹാൻഡ് മൊബൈലിലൊക്കെ അവിടെ കിടക്കുന്നു. അങ്ങനെ A to Z ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ട് A to Z സാധനങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. മൗണ്ട് റോഡ് അല്ലേ, മൗണ്ട് റോഡാണ്. ഇതിപ്പോൾ അതിനകത്ത് കൂടെ അങ്ങോട്ടേക്ക് പോയാലും ഇതിലെ പോയതൊക്കെ സെയിം തന്നെ. ഇവിടെ ഓരോ ഏരിയ തരം തിരിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക്സിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക്സ് തന്നെ, അതുമായിട്ട് ഇലക്ട്രോണിക്സിൽ A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. റിപ്പയറിംഗ് ഒക്കെ അതിനകത്ത് കൂടെ ഉണ്ട് അല്ലേ. എന്താണ് ബിരിയാണിയോ? $12,500. അപ്പോൾ ഇതിൻ്റെ അതായത് ഇങ്ങനെ എന്താ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഏരിയയിലൊക്കെ കയറിയതാണ് അല്ലേ ഈ സാധനമാണത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടല്ലോ. DJ ആണ്, കറക്റ്റ് പിടിക്കൊക്കെ ചെയ്യാം. ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെ കൊള്ളാം 12,500 അല്ലേ. ഞങ്ങളപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്ട്രീറ്റിൽ ഫുഡുണ്ട്, ബിരിയാണി.
ഓ ബീഫ് ഇല്ലേ, നല്ല ബീഫ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കാം. അത് ചിക്കനാ, ഇത് ബീഫ്. ആ ഇത് മതി, രണ്ടെണ്ണം കഴിക്കാം. സൂപ്പർ സാധനമാണ്. ചിക്കൻ ആ കാണുന്ന ചെമ്പാണ് ചിക്കനല്ലേ. ഇവിടെ പിന്നെ ഒരുപാട് കുറുമയും അതുപോലെ ബീഫ് ഫ്രൈ ആണ്. ഓണർ ഇത് ചിക്കൻ ബിരിയാണി അല്ലേ, ചിക്കൻ ബിരിയാണിയാണ്. സൂപ്പറാണ്. അതുപോലെ ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ മുട്ടക്കാരും നിർബന്ധമായിട്ട് ഉണ്ടാവുമല്ലോ. കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഞാൻ ചെന്നൈയിൽ വന്നിട്ട് ഇനി ബിരിയാണി കഴിച്ചില്ല എന്ന് പറയരുത്. ചെന്നൈയിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചില്ല എന്ന് പറയും. ബിരിയാണീൻ്റെ റേറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ കിട്ടിയോ? അതായത് നമ്മുടെ ബിരിയാണി ബീഫാണ് വേണ്ടതെന്ന്, അത് ബീഫ് മാത്രം കഴിച്ചോ. കഴിക്കാം. കൊള്ളാട്ടോ, അടിപൊളിയാണ്. ചെമ്പുമ്പോൾ കൂട്ടുന്ന സൗണ്ടാണ് ടെട്ടാറുണ്ടത്. കഴിക്കട്ടെ. ബിരിയാണി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി നമ്മൾ പാരീസിൽ പോകും. പാരീസ്. ബാബുവേട്ടന് എനിക്കൊരു മൈക്ക് വാങ്ങി തന്നു നോക്കുക. പക്ഷേങ്കിൽ ഇത് എന്താ അവസ്ഥ ഉള്ളത്, ഇതും ഡിജിടെക്കിൻ്റെ സാധനം തന്നെയാണ്. DWM 116 എന്ന് പറയുന്ന മോഡൽ. ഏതാണ്ട് 3300 റുപ്യ ഇതിനിവിടെ വില ഉണ്ട്. ഓൺലൈനിൽ 14,000 വില വരുന്നുണ്ട്. ഇതെന്താ അവസ്ഥ, ഇത് ബട്ടൺ ടൈപ്പാണ്. നമ്മളടുത്തുള്ളതിൻ്റെ മോഡൽ തന്നെ ആകുമെന്നല്ല, പക്ഷേ ബാബുവേട്ടന് ഒരേ നിർബന്ധം ഒരെണ്ണം വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാണ്. അതാണെങ്കിൽ ഞാനിപ്പോൾ അത് അങ്ങനെ വാങ്ങിക്കില്ലായിരുന്നു. അതായത് നോക്കാം വർക്കിംഗ് എങ്ങനെ വരുന്നതെന്നുള്ളത്. ഓപ്പൺ ആക്കിയില്ല. ഇത് നമ്മൾ അവിടെ നിന്ന് ഓപ്പൺ ആക്കി നോക്കിയത് പോലും ഇല്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. തമിഴ്നാട് ഗവൺമെൻറ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതായത് ഇതിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ കരുണാനിധി മരിച്ച സമയത്ത് സെക്രട്ടേറിയറ്റ് ഇവിടെ ആക്കണം. പക്ഷേ അമ്മ അവിടെ ഇരുന്നില്ല. ജയലളിതയ്ക്ക് ഇത് പറ്റിയില്ല. അതായത് ഇവിടെ പുതിയ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നാണ് അവർ വണ്ടിയൊക്കെ പൂജിക്കുന്നത്. ഇവിടെ ബോഡി ഗാർഡ് എന്നാണ് ഇവർ പറയുന്നത് അല്ലേ, ബോഡി ഗാർഡ്. ഓ അതായത് പുതിയ വണ്ടിയൊക്കെ എടുക്കൂലേ, എന്നിട്ട് അവർ കൊണ്ടുവന്ന് പൂജിക്കുന്ന സ്ഥലമാണ്. അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അവിടുത്തെ ആളുകൾക്ക്. ഫുൾ ടൈം തിരക്കായിരിക്കും. രാവിലേക്കാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഉച്ചയായതുകൊണ്ടേ വലിയൊരു ആളും ബഹളമൊന്നുമില്ല. എന്തായാലും കൊള്ളാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് എത്തിയിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇന്നൊരു പരിപാടി ഇല്ല. ഇന്നുകൂടിയും ഇവിടെ നിന്നിട്ട് ഞാൻ നാളെയാണ് ഇറങ്ങുന്നത് അല്ലേ. അതായത് ഇപ്പം നമ്മൾ ചെന്നൈൻ്റെ എത്ര ശതമാനം ഏരിയ? 15%. അത് 100ലേക്കാണ്. 15% നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഒഴിവ് പോലെ തിരക്കില്ലാതെ നമുക്ക് വരാം. അന്ന് നമ്മൾക്ക് ഈ 100ക്ക് 100 എടുത്തിട്ട് വേണം പോവാം കേട്ടോ. സ്ഥലമുണ്ട് നമുക്ക്. അതിന് 2 പേർക്ക് ഒഴിവ് വേണം. ഓട്ടം 2 ദിവസം ഇപ്പോൾ എൻ്റെ അപ്പം ഇവിടെ ലീവായി നിന്നു. മൂപ്പർക്ക് ബിസിനസ് കാര്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ സ്വീപ്പാക്കാൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ എവിടേക്കും പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇല്ലെന്നാണ് ഞാൻ അങ്ങനെ പോകും കേട്ടോ. നാളെ തീരുമാനത്തിലെടുക്കാം. പിന്നെ ഇവിടെ ഉണ്ട്, ഇന്നത്തെ ദിവസം കൂടിയും ഇവിടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ലേ വേണ്ടിയിട്ട് നാളെ വരാം. ഓക്കെ ബൈ.